നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. റേഷൻ വിതരണത്തിൽ പാളിച്ച കുമ്പടിഞ്ഞാമാക്കലിലെ സിവിൽ സപ്ലൈസ് ഗോഡൌണിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച് സനീഷ് കുമാർ ജോസഫ് MLA. ഈ മാസത്തെ അരി വിതരണം 4 ദിവസത്തിനകം പൂർത്തിയാക്കുമെന്ന് കളക്ടർ. നാലമ്പല തീർത്ഥാടകർക്കായി തൃപ്രയാർ ക്ഷേത്രം ഒരുങ്ങി. നാലമ്പല തീർത്ഥാടനത്തോടനുബന്ധിച്ച് ഇരിങ്ങാലക്കുടയിൽ നിന്ന് KSRTC 2 സ്പെഷ്യൽ സർവീസുകൾ നടത്തും. ഗുരുവായൂർ പാർത്ഥസാരഥി ക്ഷേത്രത്തിന് സമീപം ഫ്രിഡ്ജ് പൊട്ടിത്തെറിച്ച് ദമ്പതികൾക്ക് പരിക്ക്. ആരോ വീട്ടിൽ കുട്ടപ്പൻ, ഭാര്യ അംബിക എന്നിവർക്കാണ് പരിക്കേറ്റത്. ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിനിടെ പവർ കട്ട്. അന്നമനടയിൽ KCB ജീവനക്കാരനെ മർദ്ദിച്ച 5 പേർ അറസ്റ്റിൽ. എരുമപ്പെട്ടിയിൽ KCB ഓഫീസ് DYFI പ്രവർത്തകർ ഉപരോധിച്ചു. വിശദാംശങ്ങളിലേക്ക്. സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ അരി ഗോഡൌണിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച് ഭരണകക്ഷി MLA സനീഷ് കുമാർ ജോസഫാണ് മാള കുമ്പടിഞ്ഞാമാക്കലിലെ അരി ഗോഡൌണിൽ റേഷൻ കട ഉടമകളുമായി പ്രതിഷേധിച്ചത്. ചാലക്കുടി താലൂക്കിലെ കരാറുകാരൻ അരി വിതരണം കൃത്യമായി നടത്തുന്നില്ലെന്നും അഴിമതി കാണിക്കുന്നുവെന്നും ആരോപിച്ചാണ് ഗോഡൌണിലെ ഉദ്യോഗസ്ഥരെ ഉപരോധിച്ചത്. പലതവണ പരാതിപ്പെട്ടിട്ടും നടപടി ഉണ്ടാകാത്തതിനെ തുടർന്നാണ് തനിക്ക് പ്രതിഷേധിക്കേണ്ടി വന്നതെന്ന് MLA പറഞ്ഞു. റേഷൻ കടയിലേക്ക് അരി എത്തിക്കുന്നതിനായി കരാറുകാരൻ ആവശ്യത്തിന് വാഹനങ്ങളും ഡ്രൈവർമാരെയും ഏർപ്പെടുത്തിയില്ലെന്നും MLA ആരോപിച്ചു. പ്രതിഷേധം മണിക്കൂറുകളോളം നീണ്ടതിനെ തുടർന്ന് ജില്ലാ കളക്ടർ MLAയുമായി ചർച്ച നടത്തിയാണ് സമരം അവസാനിപ്പിച്ചത്. ഈ മാസത്തെ അരിവിതരണം 4 ദിവസത്തിനകവും അടുത്ത മാസത്തെ അരിവിതരണം 15-ാം തീയതിക്കകവും പൂർത്തിയാക്കുമെന്ന് കളക്ടർ ഉറപ്പ് നൽകി. ഇവിടെ ഇപ്പോൾ ബഹുമാനപ്പെട്ട MLA അടക്കമുള്ള ജനപ്രതിനിധികളും അതുപോലെ കുറച്ച് റേഷൻ കട ഉടമകളും കൂടി ഇവിടെ ഇന്ന് ചാലക്കുടി താലൂക്കിന്റെ FCIയുടെ ഗോഡൌണിൽ ഒരു ചെറിയ ധർണ അവർ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ളിൽ മനസ്സിലായത് കരാറ് പ്രകാരമുള്ള രീതിയിൽ 15-ാം തീയതിക്കകം നമ്മുടെ ഈ താലൂക്കിൽ അരി വിതരണം നിലവിൽ നടക്കുന്നില്ല എന്ന് മനസ്സിലായിട്ടുണ്ട്. അതുപോലെ തന്നെ കരാറുകാരൻ കൃത്യമായിട്ടുള്ള വണ്ടികൾ കരാറ് പ്രകാരമുള്ളത് നൽകുന്നില്ല എന്ന് ഇവിടുത്തെ ഗോഡൌണിലെ അസിസ്റ്റന്റ് മാനേജറും അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെതിരെ അവരുടെ അടുത്ത് നിന്ന് റിപ്പോർട്ട് സീക്ക് ചെയ്തിട്ടുണ്ട്. കൂടാതെ കഴിഞ്ഞ ഒരു വർഷം എങ്ങനെയാണ് ഇവിടെ അരി വിതരണം നടന്നത് എന്നുള്ളൊരു വിശദമായ റിപ്പോർട്ട് നൽകാൻ താലൂക്ക് സപ്ലൈ ഓഫീസറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഗവൺമെന്റിലേക്ക് ആവശ്യമായ റെക്കമെൻഡേഷൻസ് നൽകുന്നതാണ്. അതുപോലെ തന്നെ ഈ മാസത്തെ അരി വിതരണം അവർ 4 ദിവസത്തിനകം പൂർത്തിയാക്കാം എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അടുത്ത മാസം നമുക്ക് ഓണമാണ് വരുന്നത്, 15-ാം തീയതിക്കകം തീർക്കാമെന്നാണ് അസിസ്റ്റന്റ് മാനേജർ നമുക്കിപ്പോൾ ഉറപ്പ് നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ ഒരു വർഷം ഇവിടെ നടന്ന അരി വിതരണത്തിന്റെ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശിച്ചതായും കളക്ടർ പറഞ്ഞു. നാലമ്പല തീർത്ഥാടകർക്കായി തൃപ്രയാർ ക്ഷേത്രം ഒരുങ്ങി. ഭക്തർക്കായി വിപുലമായ ക്രമീകരണങ്ങളാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെയും വിവിധ വകുപ്പുകളുടെയും നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുള്ളത്. ഭക്തർക്ക് സുഗമമായ ദർശനം ഉറപ്പാക്കാനും തിരക്ക് നിയന്ത്രിക്കാനും വിപുലമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി വിവിധ സ്ഥലങ്ങളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു. 4 ഇടങ്ങളിൽ പാർക്കിങ്ങിനായി സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വരി നിൽക്കുന്ന ഭക്തർക്ക് വിശ്രമിക്കാനുള്ള പ്രത്യേക ഇരിപ്പിടങ്ങളും തയ്യാറാക്കി. തിരക്ക് ഒഴിവാക്കാൻ വഴിപാട് കൗണ്ടറുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു. സ്കൂബ ടീമിന്റെയും ഫയർഫോഴ്സിന്റെയും സേവനം 24 മണിക്കൂറും ലഭ്യമാക്കും. ക്ഷേത്രത്തിനകത്തും പുറത്തും ആവശ്യമായ ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഭക്തജനങ്ങൾക്ക് ക്ഷേത്രത്തിനകത്ത് ചുക്കുവെള്ളവും ക്ഷേത്രത്തിന് പുറത്ത് ചുക്കു കാപ്പിയും നൽകും. മെഡിക്കൽ സേവനങ്ങൾക്കായി ഇത്തവണ ആരോഗ്യവകുപ്പിന്റെ 2 കൗണ്ടറുകൾ സ്ഥാപിച്ചിട്ടുള്ളതായും ക്ഷേത്രം മാനേജർ KV വിനീത പറഞ്ഞു. കർക്കിടക മാസത്തിൽ ദിവസവും പുലർച്ചെ 3:30 നട തുറക്കുമെന്നും ക്ഷേത്രം അധികൃതർ അറിയിച്ചു. TCV തൃപ്രയാർ. നാലമ്പല തീർത്ഥാടനത്തോടനുബന്ധിച്ച് ഇരിങ്ങാലക്കുടയിൽ നിന്ന് KSRTC 2 സ്പെഷ്യൽ സർവീസുകൾ നടത്തും. രാവിലെ 6-നും 6:15-നുമാണ് ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്ര പരിസരത്ത് നിന്ന് സ്പെഷ്യൽ സർവീസുകൾ നടത്തുക. 320 രൂപ നൽകി ഭക്തജനങ്ങൾക്ക് തീർത്ഥാടന കാലത്ത് നാലമ്പലങ്ങളും ദർശിക്കാൻ കഴിയും. KSRTC സർവീസുകളുടെ ഫ്ളാഗ് ഓഫ് തോമസ് ഉണ്ണിയാടൻ MLA നിർവഹിച്ചു. കൂടൽമാണിക്യം ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് CK ഗോപി അധ്യക്ഷനായിരുന്നു. നഗരസഭാ കൗൺസിലർമാരായ PV ശിവകുമാർ, പ്രവീൺ ഞാറ്റുവെട്ടി, സ്മിത കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു.
ഗുരുവായൂർ പാർത്ഥസാരഥി ക്ഷേത്രത്തിന് സമീപം ഫ്രിഡ്ജ് പൊട്ടിത്തെറിച്ച് കിടപ്പ് രോഗികളായ ദമ്പതികൾക്ക് പരിക്ക്. ആരോഗ്യവീട്ടിൽ കുട്ടപ്പൻ, ഭാര്യ അംബിക എന്നിവർക്കാണ് പരിക്കേറ്റത്. സംഭവ സമയത്ത് ദമ്പതികൾ ഉറക്കത്തിലായിരുന്നു. പൊട്ടിത്തെറിയെ തുടർന്ന് വീടിനുള്ളിൽ തീ പടരുകയും മുറി മുഴുവൻ കനത്ത പുക നിറയുകയും ചെയ്തു. പുക ശ്വസിച്ച് ശ്വാസതടസ്സം നേരിട്ട ദമ്പതികളെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വീടിന്റെ ഭിത്തികൾക്ക് വിള്ളൽ സംഭവിച്ചിട്ടുണ്ട്. ജനൽ ചില്ലുകളും തകർന്നു. ഫ്രിഡ്ജ് പൂർണ്ണമായും കത്തിനശിച്ചു. വിവരമറിഞ്ഞ് ഉടൻ സ്ഥലത്തെത്തിയ ഫയർഫോഴ്സ് സംഘം ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ തീ പൂർണ്ണമായും അണച്ചു. ഫ്രിഡ്ജിലെ ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ലോഡ് ഷെഡിംഗ് സമയത്ത് വൈദ്യുതി മുടങ്ങിയതിനെ തുടർന്ന് യുവാക്കൾ സംഘം ചേർന്ന് അന്നമനട KSEB സെക്ഷൻ ഓഫീസിനും സബ്സ്റ്റേഷനും നേരെ ആക്രമണം നടത്തിയതായി പരാതി. സംഭവത്തിൽ വടികൊണ്ട് അടിയേറ്റ സബ്സ്റ്റേഷൻ ഓപ്പറേറ്റർ നിധിൻ ദാസിനെ മാള ഗുരുധർമ്മ മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് 5 പേരെ മാള പോലീസ് അറസ്റ്റ് ചെയ്തു. വെണ്ണൂർ സ്വദേശികളായ മണി, അഭിജിത്ത്, അരുൺ, കമലേഷ്, ഗിരീഷ് എന്നിവരാണ് അറസ്റ്റിലായത്. ഒരേ സ്ഥലത്താണ് സബ്സ്റ്റേഷനും സെക്ഷൻ ഓഫീസും പ്രവർത്തിക്കുന്നത്. പ്രദേശത്ത് 11:45 മുതൽ 12:10 വരെയായിരുന്നു ലോഡ് ഷെഡിംഗ്. ലോകകപ്പ് കളി നടന്ന 12:30 പ്രദേശത്ത് വൈദ്യുതി ഉണ്ടായിരുന്നു. ലോകകപ്പിലെ അർജന്റീന ഇംഗ്ലണ്ട് സെമിഫൈനൽ മത്സരത്തിനിടയിൽ KSEBയുടെ പവർ കട്ട് പ്രഖ്യാപനത്തിൽ പ്രതിഷേധിച്ച് എരുമപ്പെട്ടിയിലെ KSEB ഓഫീസ് DYFI പ്രവർത്തകർ ഉപരോധിച്ചു. KSEB എരുമപ്പെട്ടി സെക്ഷന് കീഴിലുള്ള കടങ്ങോട് മേഖലയിൽ പുലർച്ചെ 12:42 മുതൽ 1:07 വരെ പവർ കട്ട് പ്രഖ്യാപിച്ചിരുന്നു. 12:30 മുതൽ അർജന്റീന ഇംഗ്ലണ്ട് സെമിഫൈനൽ മത്സരം കാണാനിരുന്ന ഫുട്ബോൾ പ്രേമികൾ ഇതോടെ രോഷത്തിലായി. കടങ്ങോട് മേഖലയിലെ DYFI പ്രവർത്തകർ KSEB ഓഫീസിലെത്തി പവർ കട്ട് സമയം മാറ്റണമെന്നാവശ്യപ്പെട്ടെങ്കിലും ഉദ്യോഗസ്ഥർ ആദ്യം വിസമ്മതിച്ചു. തുടർന്നാണ് പ്രവർത്തകർ ഓഫീസിനുള്ളിൽ കയറി കുത്തിയിരിപ്പ് സമരം ആരംഭിച്ചത്. 12:45 KSEB ഉദ്യോഗസ്ഥർ പവർ കട്ടിന്റെ സമയം മാറ്റാൻ നിർബന്ധിതരായി. കളിയുടെ സമയത്ത് പവർ കട്ട് ഉണ്ടാവുകയില്ല എന്ന് KSEB അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉറപ്പു നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് സമരം അവസാനിപ്പിച്ചത്. വിവരമറിഞ്ഞ് എരുമപ്പെട്ടി പോലീസും എത്തിയിരുന്നു. ലോകകപ്പ് മത്സര സമയത്ത് സംസ്ഥാന സർക്കാർ നടത്തുന്ന പവർ കട്ട് കായിക പ്രേമികളോടുള്ള വഞ്ചനയും വെല്ലുവിളിയുമാണെന്ന് DYFI ആരോപിച്ചു. CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി CH ലാഷ്, കടങ്ങോട് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ UV ഗിരീഷ്, ലോക്കൽ കമ്മിറ്റി അംഗം CV സുഭാഷ്, DYFI മേഖലാ സെക്രട്ടറി PB വിഷ്ണു, പ്രസിഡന്റ് KC നിമിൽ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. TCV എരുമപ്പെട്ടി. ശ്രീനാരായണപുരം പള്ളിനടയിൽ അടിപ്പാത അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് അനിശ്ചിതകാല സമരം ആരംഭിച്ചു. KK വത്സരാജ് MLA സമരം ഉദ്ഘാടനം ചെയ്തു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK രമേശ് ബാബു അധ്യക്ഷത വഹിച്ചു. CPM ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി, മുൻ MLA ET ടൈസൺ മാസ്റ്റർ, പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഷാജി, വൈസ് പ്രസിഡന്റ് CN സതീഷ് കുമാർ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ, സമരസമിതി കൺവീനർ PA നൌഷാദ്, വെമ്പലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് AS അജിതൻ, KJ മൻസൂർ എന്നിവർ സംസാരിച്ചു. ചാവക്കാട് ബീച്ചിന് സമീപം മാനസിക വെല്ലുവിളി നേരിടുന്ന യുവതി വീട്ടിൽ പ്രസവിച്ചു. സംഭവത്തിൽ ചാവക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. പ്രസവിച്ച വിവരം ശ്രദ്ധയിൽപ്പെട്ട അയൽവാസികൾ ഉടൻ തന്നെ ആശാവർക്കറെയും വാർഡ് കൌൺസിലറെയും വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് ഇരുവരും ചേർന്ന് നാട്ടുകാരുടെ സഹായത്തോടെ യുവതിയെയും നവജാത ശിശുവിനെയും ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിലവിൽ അമ്മയും കുഞ്ഞും താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വിദഗ്ധ ചികിത്സയ്ക്കായി ഇരുവരെയും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുമെന്ന് അധികൃതർ അറിയിച്ചു. മാനസിക വെല്ലുവിളി നേരിടുന്ന യുവതിയും അമ്മയും മാത്രമാണ് ഈ വീട്ടിൽ താമസിച്ചിരുന്നത്. അമ്മയും സമാനമായ രീതിയിൽ മാനസിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നയാളാണ്. ഇവരുടെ അവസ്ഥ കണക്കിലെടുത്ത് 3 മാസം മുൻപ് വാർഡ് കൌൺസിലറും ആശാവർക്കറും നാട്ടുകാരും ചേർന്ന് ഇവരെ തൃശൂർ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചിരുന്നു. അവിടെയിൽ ചികിത്സയിലായിരുന്ന ഇവർ 2 ആഴ്ച മുൻപാണ് തിരികെ വീട്ടിലെത്തിയത്. മാനസിക വെല്ലുവിളി നേരിടുന്ന യുവതി ഗർഭിണിയായ സംഭവത്തിൽ ദുരൂഹതയുള്ളതിനാൽ ചാവക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വെള്ളിക്കുളങ്ങര വനം റേഞ്ചിലെ ചന്ദന മോഷണ കേസിൽ പ്രതിയായ യുവാവ് അറസ്റ്റിലായി. ചാലക്കുടി വെള്ളാഞ്ചിറ പാലക്കൽ വീട്ടിൽ ബെൻ ദേവസിയാണ് പിടിയിലായത്. കഴിഞ്ഞ ദിവസം രാത്രി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ KS ഷിനോജിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് നൈറ്റ് പട്രോളിംഗിനിടെ പ്രതിയെ അറസ്റ്റ് ചെയ്തത്. മാങ്കുറ്റിപ്പാടം ഭാഗത്ത് വെച്ച് വീരപ്പൻ ജോയ് എന്നറിയപ്പെടുന്ന ചന്ദനമോഷ്ടാവും ബെൻ ദേവസിയും ചേർന്ന് സ്കൂട്ടറിൽ ചന്ദന മുറിച്ച് കടത്തിക്കൊണ്ടുവരുന്നതിനിടെ വനപാലക സംഘത്തിന് മുന്നിൽ അകപ്പെടുകയായിരുന്നു. ഓടി രക്ഷപ്പെട്ട വീരപ്പൻ ജോയിയെ പിടികൂടാനായില്ല. ഇടവേള. ഏത് ബഡ്ജറ്റിലും ഹാപ്പിയാർന്ന ഷോപ്പിംഗ് മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻസ്, ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ.
അറിഞ്ഞു ടുലിപ്സിൽ സലൂൺ ചരിത്രം ഇന്ന് വരെ കാണാത്ത ക്യാഷ് പ്രൈസ് ഓണം. ചരിത്രത്തിൽ ആദ്യമായി പുരികം ത്രെഡ് ചെയ്യൂ, 100 ഡേയ്സ് ചലഞ്ചിൽ പങ്കെടുക്കൂ. നറുക്കെടുപ്പിലൂടെ ടുലിപ്സിൽ നിന്ന് നേടും. 1ാം സമ്മാനമായി 1 ലക്ഷം രൂപ, 2ാം സമ്മാനമായി 50,000 രൂപ, 3ാം സമ്മാനമായി 25,000 രൂപ, 4ാം സമ്മാനം 5 പേർക്ക് 10,000 രൂപ. അപ്പൊ എങ്ങനെയാ, സെറ്റ് അല്ലേ? ടുലിപ്സ് ഓണം, ക്യാഷ് പ്രൈസ് ഓണം. Tulips, every beauty solution under a single umbrella. French Dairy Pistachio Kunafa Bar. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ, കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. സ്കിന്നിന്റെ കാര്യമാണ്, അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ, ഇപ്പോൾ ഹരിതയിൽ നിന്നും. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. വാർത്തകളിലേക്ക്. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഭൂമി ഏറ്റെടുക്കൽ നടപടികളിൽ ഉദ്യോഗസ്ഥർ ആശങ്കയും തെറ്റിദ്ധാരണകളും സൃഷ്ടിക്കുകയാണെന്ന് ക്ഷേത്ര നഗര വികസന സമിതി ഭാരവാഹികൾ പറഞ്ഞു. നഷ്ടപരിഹാരവും പുനരധിവാസവും സംബന്ധിച്ച് ദേവസ്വം നൽകിയിട്ടുള്ള ഉറപ്പുകൾ ദേവസ്വം മന്ത്രിയിൽ നിന്നും ഉദ്യോഗസ്ഥർ മറച്ചുവെക്കുന്നതായും നേതാക്കൾ വ്യക്തമാക്കി. ദയാരഹിതവും മനുഷ്യത്വവിരുദ്ധവുമായ നടപടികളാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെന്ന് നേതാക്കൾ ചൂണ്ടിക്കാട്ടി. ക്ഷേത്ര പരിസരത്തെ സെന്റിന് 15 ലക്ഷം രൂപ വിലയുള്ള ആധാരങ്ങളെ ലഭിച്ചിട്ടുള്ളൂ എന്ന നിലപാട് ദുരൂഹമാണെന്നും വികസന സമിതി ഭാരവാഹികൾ പറഞ്ഞു. ഈ മാസം 28-ന് മന്ത്രി കെ മുരളീധരന്റെ സാന്നിധ്യത്തിൽ ചർച്ച നടത്താമെന്ന ദേവസ്വം നിലപാടിനെ സ്വാഗതം ചെയ്യുന്നതായും ഭാരവാഹികൾ അറിയിച്ചു. നഗരവികസന സമിതി ചെയർമാൻ GK പ്രകാശൻ, ജനറൽ സെക്രട്ടറി TN മുരളി, OKR മണികണ്ഠൻ, മോഹൻദാസ് ചേലനാട്, കൌൺസിലർമാരായ ശോഭ ഹരിനാരായണൻ, ബിന്ദു നാരായണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തെരുവുനായ കുറുകെ ചാടിയതിനെ തുടർന്ന് സ്കൂട്ടറിൽ നിന്ന് വീണ് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന യുവാവ് ദുരിതത്തിൽ. തൃക്കൂർ മതിക്കുന്ന് സ്വദേശി പുളിപ്പറമ്പിൽ വീട്ടിൽ 46 വയസ്സുള്ള കണ്ണനാണ് 1 മാസത്തിലേറെയായി ചികിത്സയിൽ കഴിയുന്നത്. കഴിഞ്ഞ മാസം 12-ന് തൃക്കൂർ മേക്കട്ടിയിലായിരുന്നു അപകടം. കൂലിപ്പണിക്കാരനായ കണ്ണൻ പണി കഴിഞ്ഞ് വരുന്നതിനിടെ തെരുവുനായ സ്കൂട്ടറിൽ വന്നിടിക്കുകയായിരുന്നു. കാലിന് ഗുരുതരമായി പരിക്കേറ്റ് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ നടത്തിയെങ്കിലും കണ്ണൻ വീട്ടിൽ തുടർ ചികിത്സയിൽ കഴിയുകയാണ്. കണ്ണന്റെ ഏക വരുമാനമാണ് കുടുംബത്തിന്റെ ആശ്രയം. ഇത്ര നാളായി ജോലിക്ക് പോകാൻ കഴിയാതെ കിടപ്പിലായ കണ്ണന് പഞ്ചായത്ത് അംഗങ്ങളായ പ്രീബനൻ ചുണ്ടേലപ്പറമ്പിൽ, സൈമൺ നമ്പാടൻ, സിന്ധുമോൾ എന്നിവർ ചേർന്ന് നൽകിയ ആശുപത്രി ഉപകരണങ്ങൾ ആശ്വാസമായിരിക്കുകയാണ്. തൃക്കൂർ പഞ്ചായത്തിൽ പരാതി നൽകിയതിനെ തുടർന്ന് 5000 രൂപ ധനസഹായം അനുവദിച്ചിരുന്നു. എന്നാൽ തെരുവുനായ ആക്രമണത്തിൽ പരിക്കേൽക്കുന്നവർക്ക് കൂടുതൽ ധനസഹായം നൽകാൻ സർക്കാർ തയ്യാറാകണമെന്ന് പ്രീബനൻ ചുണ്ടേലപ്പറമ്പിൽ ആവശ്യപ്പെട്ടു. അദ്ദേഹം ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ തൃക്കൂരിൽ വെച്ചിട്ടാണ് ഈ തെരുവുനായ വട്ടം ചാടി അദ്ദേഹം മറിഞ്ഞു വീഴുകയും കാലിന് താൽക്കാലികമായ പ്ലാസ്റ്റർ ഇട്ട് കുറച്ചു കാലം ഇരുന്നെങ്കിലും പിന്നീട് വീണ്ടും ഡോക്ടറെ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കാല് സർജറി ചെയ്തിരിക്കുകയാണ്. അപ്പോൾ തെരുവുനായ ശല്യം രൂക്ഷമായതിനാൽ ഗ്രാമപഞ്ചായത്തുകൾ അടിയന്തരമായി ധനസഹായം നൽകുന്ന വെറും 5000 രൂപ മാത്രമാണ്. എന്നാൽ ഇതുപോലെ ദുരിതം അനുഭവിക്കുന്ന തെരുവുനായ ശല്യം കൊണ്ട് ഇത്തരം രീതിയിൽ അപകടം പറ്റിയാൽ ആ അപകടത്തിന് വേണ്ട ധനസഹായം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നൽകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കണ്ണന്റെ കുടുംബത്തിന് കൂടുതൽ ധനസഹായം ലഭിക്കാൻ ജില്ലാ നിയമസഹായ വേദിക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് പഞ്ചായത്ത് അംഗങ്ങൾ. തൃക്കൂർ പഞ്ചായത്തിൽ അടുത്തിടെയുണ്ടായ തെരുവുനായ ആക്രമണത്തിൽ നിരവധി പേർക്കാണ് പരിക്കേറ്റത്. തെരുവുനായ ശല്യം രൂക്ഷമായതിനെ തുടർന്ന് പഞ്ചായത്തിൽ സർവകക്ഷി യോഗം ചേർന്ന് തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. TCV പുതുക്കാട്. മുല്ലശ്ശേരിയിൽ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം. മുല്ലശ്ശേരി സെന്ററിലെ C ബിൽഡിംഗിലാണ് ആക്രമണം നടന്നത്. ബിൽഡിംഗിലെത്തിയ ആൾ 4 കടകളുടെ സമീപത്ത് സ്ഥാപിച്ചിരുന്ന വൈദ്യുതി മീറ്ററിന്റെ ഫ്യൂസുകൾ വലിച്ചൂരിയെറിഞ്ഞ് ഉടയ്ക്കുന്നത് ദൃശ്യങ്ങൾ CCTVയിൽ നിന്ന് പതിഞ്ഞിട്ടുണ്ട്. ആക്രമണം നടത്തിയ ആളുടേതെന്ന് സംശയിക്കുന്ന ചെരുപ്പും CCTV ദൃശ്യവും ലഭിച്ചിട്ടുണ്ട്. അക്രമികൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്ന് വ്യാപാരികൾ ആവശ്യപ്പെട്ടു. മുല്ലശ്ശേരിയിലെ യൂഷേപ്പ് ബിൽഡിങ്ങിലത്തെ വ്യാപാരികളാണ് ഇന്നലെ രാത്രി കട പൂട്ടിപ്പോയതിനു ശേഷം ഏതോ ഒരു സാമൂഹ്യ വിരുദ്ധൻ കടയുടെ ഉള്ളിൽ കയറി, കടകളുടെ ഈ കോംപ്ലക്സിന്റെ ഉള്ളിൽ കയറിയിട്ട് ഇലക്ട്രിസിറ്റി മീറ്ററിനോട് ചേർന്നുള്ള ഫ്യൂസ് യൂണിറ്റുകളെല്ലാം തല്ലി തകർക്കുകയും
ചില ഫ്യൂസ് യൂണിറ്റുകൾ മീറ്ററിന്റെ മുകളിൽ വെക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ ക്യാമറയിലുള്ള ഫോട്ടോ കണ്ടത് ഒരു മാനസിക രോഗി പോലെ തോന്നി കണ്ടിട്ട്. പക്ഷേ രാത്രി കാലങ്ങളിൽ ഇത്തരത്തിലുള്ള ആൾക്കാർ വന്ന് ഈ വക കോംപ്ലക്സുകളിലും കടകളുടെ മുമ്പിലും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പിന്നീട് അതുപോലെ മോഷണശ്രമം മറ്റുള്ള കാര്യങ്ങളായി തീരുമെന്നുള്ള സംശയം ഞങ്ങളുണ്ട്. ഞങ്ങളുടെ സമീപത്തുള്ള കച്ചവടക്കാരാണ് എൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാവരും. അന്തിക്കാട് കാർ തടഞ്ഞു നിർത്തി യാത്രക്കാരെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് 16.25 ലക്ഷം രൂപയും ഐഫോണും കോർന്ന കേസിൽ 3 പേരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത പ്രതികളെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി മുഹമ്മദ് നദീമിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പീച്ചിയിലെ ഒളി സങ്കേതത്തിൽ നിന്ന് പിടികൂടിയത്. സംഭവത്തിന് ശേഷം വിവിധ സംസ്ഥാനങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതികൾ അവിടെ പോലീസ് സാന്നിധ്യം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് സുരക്ഷിതമായ പുതിയ താവളം തേടിയാണ് പീച്ചിയിലെത്തിയതെന്ന് പോലീസ് പറഞ്ഞു. കേരള കലാമണ്ഡലം മൃദംഗ വിഭാഗം സംഘടിപ്പിച്ച ലയസാധന പരിശീലന പരിപാടി പ്രശസ്ത മൃദംഗ വിദ്വാൻ പത്രി സതീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കലാമണ്ഡലം കൂത്തമ്പലത്തിൽ നടന്ന ചടങ്ങിൽ വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ അനന്തകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മുൻ മൃദംഗ വിഭാഗം മേധാവികളായിരുന്ന കലാമണ്ഡലം ശിവദാസ്, പി കൃഷ്ണദാസ് എന്നിവരെ രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാർ ആദരിച്ചു. തുടർന്ന് പത്രി സതീഷ് കുമാർ മൃദംഗ സ്വതോഹരണ ക്ലാസ് നയിച്ചു. പ്രൊഫസർ ഇരിക്കാവ് സുനിൽ, കെ എസ് മഹേഷ് കുമാർ, വിഷ്ണു ചിന്താമണി, ജി വേഷ് ശാസ്ത്രി, ശ്യാം ചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. ലോകകപ്പിലെ ഇംഗ്ലണ്ട് അർജന്റീന മത്സരം ആഘോഷമാക്കി മധുക്കര സംഗീത ക്ലബ്ബ്. ബിഗ് സ്ക്രീനിൽ കളി കാണാനെത്തിയവർക്ക് ക്ലബിന്റെ നേതൃത്വത്തിൽ സ്നേഹവിരുന്ന് ഒരുക്കി. ഞായറാഴ്ച നടക്കുന്ന ഫൈനലിന് മുന്നോടിയായി ഷൂട്ടൌട്ട് മത്സരവും വിളംബര ഘോഷയാത്രയും ഒരുക്കുന്നുണ്ട്. MC ജിതിൻ, AJ ജാബിർ, KB അക്ഷയ്, KR രാജേഷ്, സദാശിവൻ മധുക്കര, AK ഖലീൽ എന്നിവരാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. മണലൂർ നിയോജകമണ്ഡലത്തിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ MLA മുൻകൈ എടുക്കണമെന്ന് കേരള കോൺഗ്രസ് നിയോജകമണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് CV കുര്യാക്കോസ് യോഗം ഉദ്ഘാടനം ചെയ്തു. നിയോജകമണ്ഡലം വർക്കിംഗ് പ്രസിഡന്റ് CA സണ്ണി അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ പ്രസാദ് പുലിക്കോടൻ, NJ ലിയോ, CT പോൾ, ജോബി ആലപ്പാട്ട്, BJ വർഗീസ്, അഭിനി ശശി, OJ സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. നായ്ക്കളുടെയും ഇഴജന്തുക്കളുടെയും നടുവിൽ തിരുവില്ലാമല പഞ്ചായത്തിലെ ഒരു അങ്കണവാടി. കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥയും അപകട ഭീഷണി ഉയർത്തുകയാണ്. 2011 ഉദ്ഘാടനം കഴിഞ്ഞ പൂതനക്കര 11 വാർഡ് കൊട്ടാട്ടുകുന്നിലെ 177 നമ്പർ അംഗൻവാടിയാണ് പരാധീനതകളിൽ നിലകൊള്ളുന്നത്. ചുറ്റുമതിൽ പൊളിഞ്ഞുകിടക്കുന്നതിനാൽ ഇഴജന്തുക്കളുടെയും നായ്ക്കളുടെയും വിഹാര കേന്ദ്രമായി ഇവിടം മാറി. തൊട്ടടുത്തുള്ള വളപ്പ് കാട് പിടിച്ചു കിടക്കുകയാണ്. ജനൽ, വാതിലുകൾ, വാട്ടർ ടാങ്ക്, ശുചിമുറിയുടെ വാതിലുകൾ തുടങ്ങിയവയെല്ലാം തകർന്നു. മുറ്റം കല്ലും കട്ടയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നതിനാൽ കുട്ടികൾ വീണു പരിക്കേൽക്കുന്നതും പതിവായി. നിലവിൽ 8 കുട്ടികൾ പഠിക്കുന്നുണ്ട്, അംഗനവാടിയിൽ വരുന്നുണ്ട്. പക്ഷെ ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങളില്ല. ബോർവെല്ല് ഉണ്ട്, പക്ഷെ അതിന്റെ ടാങ്ക് ഓട്ടയാണ്. ഒപ്പം തന്നെ 4 വർഷത്തോളമായി ഈ മതില് പൊളിഞ്ഞിട്ട് പല പ്രാവശ്യം അധികൃതരോടും ഉദ്യോഗസ്ഥരോടും നമ്മളത് കോമ്പൗണ്ട് വാൾ വെട്ടിക്കൊടുക്കണം, മറ്റേ തെരുവ് നായ്ക്കളുടെ ശല്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഇതുവരെയ്ക്കും ഒരു നടപടി ഉണ്ടായിട്ടില്ല. നമ്മൾ പഞ്ചായത്ത് ബ്ലോക്ക് കാര്യങ്ങളിലൊക്കെ ചോദിക്കുന്ന സമയത്ത് അതിനായിട്ടൊരു ഫണ്ട് ഇല്ല എന്നാണ് അവർ പറയുന്നത്. അംഗനവാടിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഫണ്ട് ലഭ്യമല്ല എന്നാണ് ജനപ്രതിനിധികൾ പ്രതികരിക്കുന്നത്. അംഗൻവാടിയിലെ 8 കുട്ടികളാണ്. പിന്നെ വാട്ടർ ടാങ്ക് ഓട്ടയാണ്. അത് ഒരു 4 വർഷത്തോളമായി അത് ഓട്ടയായിട്ട് കിടക്കുകയാണ്. പിന്നെ നായ്ക്കളെ ശല്യമാണ്. മഴക്കാലമായ നല്ല ബുദ്ധിമുട്ടാണ് നായ്ക്കളെയും കൊണ്ട്. 10-15 നായ്ക്കൾ അതിൻ്റെ ഉള്ളിൽ കിടക്കാറ്. TCV ന്യൂസ്, തിരുവില്ലാമല. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും കഞ്ചാവ് വേട്ട. കോയമ്പത്തൂരിൽ നിന്ന് ഷൊർണൂരിലേക്ക് വന്ന ട്രെയിനിൽ നിന്നാണ് 10 കിലോ 250 ഗ്രാം കഞ്ചാവ് സീറ്റിനടിയിൽ ബാഗിൽ നിന്ന് കണ്ടുകിട്ടിയത്. പ്രതികളെ പിടികൂടാനായില്ല. പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് തീവണ്ടിയുടെ ആളൊഴിഞ്ഞ സീറ്റിന്റെ അടിയിൽ വയ്ക്കുകയും പിന്നീട് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ലഹരിക്കടത്ത് സംഘമെത്തി കഞ്ചാവ് എടുത്തുകൊണ്ടുപോകുന്നതുമാണ് പുതിയ രീതിയെന്ന് റെയിൽവേ പോലീസ് SI അനിൽ മാത്യു പറഞ്ഞു. പാത്രങ്ങളും അരിയും മോഷണം പോയ വിദ്യാലയത്തിൽ ഉച്ചഭക്ഷണ വിതരണം മുടക്കാതെ അധ്യാപകർ. കൊടുങ്ങല്ലൂർ കോതപറമ്പ് വാസുദേവ വിലാസം UP സ്കൂളിലെ പാചകപ്പുരയിലെ പാത്രങ്ങളും 5 ചാക്ക് അരി ഉൾപ്പെടെയുള്ള പല വ്യഞ്ജനങ്ങളുമാണ് കഴിഞ്ഞ ദിവസം മോഷണം പോയത്. പാചകം നടത്താൻ മാർഗമില്ലാതെ വന്നതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം കുട്ടികൾക്ക് ബ്രെഡും പഴവും നൽകി താൽക്കാലിക പരിഹാരം കണ്ട അധ്യാപകർ പാത്രങ്ങൾ വാടകയ്ക്കെടുത്താണ് പാചകത്തിന് സൗകര്യമൊരുക്കിയത്.
എല്ലാവർക്കും ഭയങ്കര വിഷമമായിരുന്നു. പക്ഷെ വിഷമിച്ചിരിക്കാനോ തളർന്നു പോകാനോ എനിക്ക് സാധിക്കില്ലല്ലോ. അപ്പോൾ ബ്രെഡും പഴവും കൊടുത്തിട്ടാണ് ഇന്നലെ കുട്ടികളുടെ വിശപ്പടക്കിയത്. ഇന്നും പതിവ് പോലെ തുടർന്നു പോകണമെന്നുള്ള നിർദ്ദേശം ഉപജില്ലാ ഓഫീസർ തന്നിരുന്നു. അത് അങ്ങനെ ചെയ്തില്ലെങ്കിലും ഞങ്ങൾ ഭക്ഷണം മുടക്കില്ല. എന്ത് ചെയ്തിട്ടായാലും അത് തുടർന്ന് പോകും. സാധനങ്ങൾ സ്റ്റോക്ക് എത്തിക്കുകയും ചെയ്തു. ഞാനാണ് ഫസ്റ്റ് വരാറ്. അവിടെ നിന്ന് വരണണ്ടപ്പ ടീച്ചർ ഇപ്പുറം നിൽക്കണ്ടത് എച്ച് എമ്മിനോട് എഴുതി അകത്ത് പാത്രങ്ങളെല്ലാം ഉണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ വാതിലൊക്കെ തുറന്ന് നടക്കരുത്, അങ്ങനെ തുറക്കാറില്ല. കുറ്റി ഇടാറാണ്. നീരജ് പൂട്ട് തുറന്നാലും കുറ്റി ഇട്ട് വെക്കാറാണ്. ഞാൻ വന്ന് തുറക്കാറാണ് പതിവ്. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങി ഞാൻ തുറന്ന് കിടക്കണുണ്ട്. അപ്പോൾ ടീച്ചറെ ചോദിച്ചോട് ഞാൻ കയറി നോക്കിയപ്പോൾ നമ്മുടെ ചങ്ക് എത്തിപ്പോയി. കാരണം നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന സാധനങ്ങളൊന്നുമില്ല. പിന്നെ മക്കൾ അവരൊരു നേരത്തെ വെള്ളം ഇന്നലെ മുട്ടിച്ച്, ശരിക്കും പറഞ്ഞാൽ ആരായാലും അതൊരു ക്രൂരത തന്നെയാണ്. വൈദ്യുതി ഉപയോഗം നിയന്ത്രിക്കാൻ ആഹ്വാനം ചെയ്ത മന്ത്രിയുടെ വകുപ്പിന്റെ അനാസ്ഥ മൂലം വൈദ്യുതി പാഴാകുന്നു. കൊടുങ്ങല്ലൂർ ചന്തപ്പുര ബൈപ്പാസിൽ സർവീസ് റോഡിലാണ് ആഴ്ചകളിലേറെയായി രാവും പകലും തെരുവ് വിളക്കുകൾ കത്തിക്കിടക്കുന്നത്. പടാക്കുളം ജംഗ്ഷനും ഗൗരിശങ്കർ ജംഗ്ഷനും ഇടയിലാണ് 10ഓളം വൈദ്യുതി പോസ്റ്റുകളിൽ പകൽ സമയത്ത് ലൈറ്റുകൾ തെളിഞ്ഞുകിടക്കുന്നത്. നാട്ടുകാർ പലവട്ടം അറിയിച്ചിട്ടും KSEBയുടെ ഭാഗത്തു നിന്നും നടപടിയുണ്ടായിട്ടില്ല. മുല്ലക്കരയിൽ മുല്ലവസന്തം തീർത്ത് കോൺഗ്രസ് ഉല്ലൂക്കര മണ്ഡലം കമ്മിറ്റി. മുല്ലത്തൈകളുടെ വിതരണോദ്ഘാടനം MU മുത്തു നിർവഹിച്ചു. മണ്ഡലം വൈസ് പ്രസിഡന്റ് ജോണി അരിമ്പൂർ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ BB ജോബി, രവീന്ദ്രൻ കരുമത്തിൽ, സഫിയ നിഷാദ്, ജോസ് പുലിക്കോട്ടിൽ, സിജോ ജോസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പദ്ധതികളുടെ പൂർത്തീകരണം വൈകിപ്പിക്കുന്നത് അനുവദിക്കാനാകില്ലെന്നും അതിലൂടെ സർക്കാരിന് വലിയ ബാധ്യതയാണ് ഉണ്ടാകുന്നതെന്നും മന്ത്രി OJ ജനീഷ്. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അതിജീവിക മിഷൻ പദ്ധതിയിൽ മാള ബ്ലോക്ക് പരിധിയിലെ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾക്കുള്ള പരിശീലന പരിപാടി ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. തൊഴിലുറപ്പ് പദ്ധതി പുതിയ രീതിയിലേക്ക് മാറിയത് സംസ്ഥാന സർക്കാരിന് അധിക ബാധ്യതയാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്നും കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട അർഹതപ്പെട്ട നികുതി വിഹിതം കൂടി കിട്ടാതെ വരുന്ന അവസ്ഥയിൽ ആശങ്കയുണ്ടെന്നും OJ ജനീഷ് പറഞ്ഞു. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷിണി രാജീവ് അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് ബൈജു എടത്താടൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ പോൾസൺ കൊടിയൻ, ധന്യ ദേവദാസ്, ജില്ലാ പഞ്ചായത്ത് അംഗം കാവ്യ രഞ്ജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഇരിങ്ങാലക്കുടയുടെ 10ാമത് ഞാറ്റുവേല മഹോത്സവത്തിന് ജ്യോതിസ് കോളേജിൽ തുടക്കമായി. ജനപ്രതിനിധി സംഗമത്തോടനുബന്ധിച്ച് നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ ജനപ്രതിനിധികൾ ഒത്തുചേർന്ന് തൈ നാട്ട് മഹോത്സവം ഉദ്ഘാടനം ചെയ്തു. വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളെ സിനിമാ താരം ജയരാജ് വാര്യർ ആദരിച്ചു. മിഷൻ ഇരിങ്ങാലക്കുട ചെയർമാൻ ജോസ് ജെ ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. തോമസ് ഉണ്ണിയാടൻ MLA, മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ, തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് TK സുധീഷ്, ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TG ശങ്കരനാരായണൻ, ക്രൈസ്റ്റ് കോളേജ് മാനേജർ ഫാദർ ജോയ് പീനിക്കപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അടുത്തതായി ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ. മറ്റൊരു ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. ഇത് കാണുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഈ കാണിക്കുന്നതെന്നല്ലേ. TV ഇനി ഫോണിലും കിട്ടും. കേരള വിഷൻ ഡിജിറ്റൽ TV സബ്സ്ക്രൈബേഴ്സിന് ഈ OTTയിലെ KV Go ഫീച്ചർ വഴി TV ഇനി എവിടെയും കാണാം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ മറ്റനേകം സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ.
ആറ്റപ്പള്ളി റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മാണം അടിയന്തരമായി പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് UDF നേതൃത്വത്തിൽ സമരം തുടങ്ങി. DCC ജനറൽ സെക്രട്ടറി KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. UDF പുതുക്കാട് നിയോജകമണ്ഡലം ചെയർമാൻ KL ജോസ് അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് പുതുക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാരയിൽ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ടെസി മീന മദനൻ, ജോയ് നെല്ലിശ്ശേരി, വരന്തരപ്പള്ളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാന്റോ നന്ദിപുലം, പുതുക്കാട് നിയോജകമണ്ഡലം കർഷക കോൺഗ്രസ് പ്രസിഡന്റ് റിൻഡോ ഞെരിഞ്ചാപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. ക്ഷേത്രങ്ങളിലെ ഇല്ലം നിറയ്ക്കുള്ള കതിർക്കറ്റകൾ പഴുന്നാന, ചെമ്മന്തിട്ട പാടശേഖരങ്ങളിൽ നിന്ന് വിളവെടുത്തു തുടങ്ങി. ആലാട്ട് തറവാട്ടുകാരാണ് ഈ പാടശേഖരത്തിൽ കൃഷിയിറക്കുന്നത്. ഈ പാടശേഖരത്തിൽ വിളയുന്ന കതിരുകൾ ശബരിമല, ഗുരുവായൂർ, ഏറ്റുമാനൂർ, തൃപ്രയാർ, ആറ്റുകാൽ ഉൾപ്പെടെ 500-ലധികം ക്ഷേത്രങ്ങളിലേക്കാണ് ഇല്ലം നിറയ്ക്കായി കൊണ്ടുപോകുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ കതിർക്കറ്റകൾ ആവശ്യമായ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് കതിരുകൾ നൽകാൻ തുടങ്ങിയിട്ട് 50 വർഷത്തിലധികമായി. എല്ലാ വർഷവും വിഷുവിനോടടുത്ത ദിവസങ്ങളിലാണ് വിത്തിറക്കൽ നടത്തുക. 90 ദിവസം കൊണ്ട് മൂപ്പെത്തുന്ന കനക എന്ന വിത്തിനമാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. ഇതിനു പുറമെ മനോരത്ന, ത്രിവേണി തുടങ്ങിയ ഇനങ്ങളും കൃഷി ചെയ്യുന്നുണ്ട്. പാടശേഖരങ്ങളിൽ വിരിപ്പു കൃഷി മാത്രമായപ്പോൾ ക്ഷേത്രങ്ങളിലേക്ക് ആവശ്യമായ കതിർക്കറ്റകൾ ലഭിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. കേരളത്തിനകത്തും പുറത്തുമുള്ള നിരവധി ക്ഷേത്രങ്ങളിലേക്ക് ഇല്ലം നിറയ്ക്കായുള്ള കതിർക്കറ്റകളുടെ വിളവെടുപ്പ് ചൊവ്വന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് AM നിതീഷ് നിർവഹിച്ചു. പൈതൃകമായി ലഭിച്ച ഈ അവകാശം കാത്തുസൂക്ഷിച്ചുകൊണ്ട് ഇല്ലം നിറയിലൂടെ സാഫല്യം നേടുകയാണ് ആലാട്ട് കുടുംബം. TCV കുന്നംകുളം. അംഗപരിമിതരും രോഗികളുമായ ദമ്പതികൾ കേരള ബാങ്ക് പഴഞ്ഞി ശാഖയിൽ നിന്ന് 2019 വായ്പയ്ക്ക് പരമാവധി ഇളവുകൾ നൽകി തിരിച്ചടയ്ക്കാൻ സാഹചര്യമൊരുക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചു. സംസ്ഥാന സഹകരണ ബാങ്ക് റീജിയണൽ മാനേജർക്കാണ് കമ്മീഷൻ നിർദ്ദേശം നൽകിയത്. കാട്ടകാമ്പാൽ സ്വദേശി നൽകിയ പരാതിയിലാണ് നടപടി. രാമായണ മാസത്തെ വരവേൽക്കാനൊരുങ്ങി തിരുവല്ലാമല ശ്രീ വില്വാദ്രിനാഥ ക്ഷേത്രം. വില്വാദ്രിനാഥ ക്ഷേത്രം, പുൽപ്പുരം ഭരതക്ഷേത്രം, കുന്നത്തൂർ ശത്രുഘ്ന ക്ഷേത്രം എന്നിവ ഉൾക്കൊള്ളിച്ച് ദേവസ്വം ബോർഡ് 4 അമ്പല ദർശന സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് അടുത്ത മാസം 16-ാം തീയതി വരെ പ്രസാദഊട്ടും ലഭിക്കുന്നതാണ്. മേലുപ്പാടം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സൈബർ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. സ്പെഷ്യൽ ബ്രാഞ്ച് സബ് ഇൻസ്പെക്ടർ T. ജയകുമാർ ക്ലാസ് നയിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ CC ബെസ്സി അധ്യക്ഷത വഹിച്ചു. അധ്യാപകരായ KY ദിവ്യ, BD റോജ, സൗമ്യ ആന്റോ എന്നിവർ നേതൃത്വം നൽകി. വള്ളത്തോൾ നഗർ നമ്പ്യാർ പള്ളത്ത് ബൈക്കുകൾ കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്ക്. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാമായണ മാസത്തെ വരവേറ്റ് ഗുരുവായൂർ ക്ഷേത്ര പാരമ്പര്യ നായർ തറവാട്ട് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ദശപുഷ്പത്തിലീല പ്രദർശനം സംഘടിപ്പിച്ചു. പെരിന്തട്ട ശിവക്ഷേത്രാങ്കണത്തിൽ നടന്ന പ്രദർശനം അതിരുദ്രയജ്ഞാചാര്യൻ കീഴടം രാമൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. വനിതാ വിഭാഗം പ്രസിഡന്റ് T. ദാക്ഷായണിയമ്മ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൌൺസിലർ ശോഭ ഹരിനാരായണൻ മുഖ്യപ്രഭാഷണം നടത്തി. കർക്കിടക മാസം നാട്ടറിവുകൾ എന്ന കൈപ്പുസ്തകം പെരിന്തട്ട ക്ഷേത്രസമിതി പ്രസിഡന്റ് അരവിന്ദാക്ഷ മേനോൻ കോങ്ങാട്ടിൽ പ്രകാശനം ചെയ്തു. സരള മുള്ളത്ത്, നിർമ്മല നായ്ക്കത്ത്, KT ശിവരാമൻ നായർ, അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, അനിൽ കല്ലാറ്റ്, ബാലൻ വാർനാട്ട്, ശശികുമാർ കൊടവന, ഉഷ അച്യുതൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ലോക പ്ലാസ്റ്റിക് സർജറി ദിനത്തോടനുബന്ധിച്ച് തൃശൂർ അശ്വിനി ആശുപത്രിയിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ പരിപാടി ശ്രദ്ധേയമായി. സുശ്രുത സെന്റർ ഫോർ അഡ്വാൻസ്ഡ് പ്ലാസ്റ്റിക് സർജറി, ബോൺ ആൻഡ് ജോയിന്റ് ഫൗണ്ടേഷൻ, അശ്വിനി നഴ്സിംഗ് കോളേജ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഹാൻഡ് സർജറി കേന്ദ്രീകരിച്ചുള്ള ദിനാചരണ പരിപാടികൾക്ക് ഡോക്ടർമാരായ VG അനിൽജിത്ത്, ആൻഡോ ഫ്രാൻസിസ്, ഗോപിക ജിത്ത്, ക്രിസ്റ്റഫർ അഗസ്റ്റിൻ, PM ജുനൈസ് എന്നിവർ നേതൃത്വം നൽകി. അശ്വിനി ഹോസ്പിറ്റല് ബോൺ ആൻഡ് ജോയിന്റ് ഫൗണ്ടേഷനായിട്ട് കോപ്പറേറ്റ് ചെയ്ത് ചെയ്യുന്നത്. മെയിൻ എംഫസിസ് ട്രോമ കെയർ ആണ്. ട്രോമയുടെ ഭാഗമായിട്ട് വരുന്ന ഓൾമോസ്റ്റ് ഓൾ പ്ലാസ്റ്റിക് സർജറി കേസസ് ഇൻവോൾവ്മെന്റ് ഞങ്ങളുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടാവുന്നത്. ഞങ്ങളൊരു ടീമുണ്ട്. അപ്പോൾ ടീമുള്ള കാരണം ഇത്ര ആവശ്യം അനുസരിച്ച് വി വിൽ ബി ഏബിൾ ടു ഹെൽപ്പ് ദി അതേഴ്സ്. ട്രോമ കേസുകൾ കൂടുതലായി എത്തുന്ന ആശുപത്രികളിലൊന്നായ അശ്വിനിയിലെ പരിപാടിയിലൂടെ ഹാൻഡ് സർജറിയുടെയും പ്ലാസ്റ്റിക് സർജറിയുടെയും പ്രാധാന്യം പൊതുജനങ്ങളിലേക്കും ആരോഗ്യ പ്രവർത്തകരിലേക്കും എത്തിക്കാൻ സഹായകരമായി. വിദഗ്ധ സേവനം ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായി പുതിയ രോഗികൾക്കായി സൗജന്യ പ്ലാസ്റ്റിക് സർജറി വിദഗ്ധ പരിശോധനയും ഒരുക്കിയിരുന്നു. പ്ലാസ്റ്റിക് സർജറി കോസ്മെറ്റിക് സർജറി മാത്രമല്ല, അതിൽ ട്രോമ ഉണ്ടാവും, ക്യാൻസർ സർജറി ഉണ്ടാവും, സ്കിന്നിൻ്റെ സർജറി ഉണ്ടാവും, ബോൺ ആൻഡ് ജോയിൻറ്റ് അതിനു വേണ്ടിയുള്ള സർജറീസ് ഉണ്ടാവും. പ്ലാസ്റ്റിക് സർജറി എല്ലാ ഫീൽഡുകളും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. കോസ്മെറ്റിക് സർജറി, അതുപോലെ തന്നെ റീകൺസ്ട്രക്റ്റീവ് സർജറി, ട്രോമ, ബേൺസ്,
ഇത് എല്ലാം ഇവിടെ എടുക്കുന്നുണ്ട്. ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ കെ സുഗതൻ, വൈസ് ചെയർമാൻ MU ഉണ്ണികൃഷ്ണൻ, എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ AS ധർമ്മൻ, IN രാജേഷ്, AC പ്രേമാനന്ദൻ, ഡോക്ടർ AC വേലായുധൻ, ജനറൽ മാനേജർ PK രാജു, ബോൺ ആൻഡ് ജോയിന്റ് ഫൗണ്ടേഷൻ HOD ഡോക്ടർ മഹേഷ് കൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. പ്ലാസ്റ്റിക് സർജറിയുമായി ബന്ധപ്പെട്ട അശ്വിനി നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ പോസ്റ്ററുകളുടെയും ചാർട്ടുകളുടെയും പ്രദർശനവും നടന്നു. പുത്തൻപിടിക കാരുണ്യ വെൽഫെയർ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി ആരംഭിച്ച കാരുണ്യ ഡ്രഗ് ബാങ്കിലേക്ക് അന്തിക്കാട് ഗവൺമെന്റ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ സമാഹരിച്ച മരുന്നുകൾ കൈമാറി. അന്തിക്കാട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പ്രധാനാധ്യാപകൻ വിനോദ് വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് ശേഖരിച്ച മരുന്നുകൾ കാരുണ്യ വെൽഫെയർ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി സെക്രട്ടറി ശ്രീമുരുകൻ അന്തിക്കാടിന് കൈമാറി. ഉപയോഗശേഷം ബാക്കിയാകുന്ന പുനരുപയോഗത്തിന് അനുയോജ്യമായ മരുന്നുകൾ ശേഖരിച്ച് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന രോഗികൾക്ക് ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ സൗജന്യമായി വിതരണം ചെയ്യുന്നതാണ് പദ്ധതി. പാവറട്ടി ലയൺസ് ക്ലബിന്റെ 11ാം വാർഷികാഘോഷവും സാമൂഹ്യ സേവന പദ്ധതികളുടെ ഉദ്ഘാടനവും ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പുതിയ ഭാരവാഹികളുടെയും അംഗങ്ങളുടെയും സത്യപ്രതിജ്ഞയും ഇതോടനുബന്ധിച്ച് നടക്കും. ലയൺസ് ക്ലബ് ഭാരവാഹികളായ TI ജെയിംസ്, NK വിൻസൻ, സിജിൽ വർഗീസ്, BJ തോമസ്, VS സെബി, VG തോമസൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അവണൂർ പഞ്ചായത്തിലെ മെഡിക്കൽ കോളേജ് വാർഡിൽ കഴിഞ്ഞ ദിവസം രാത്രി പുലിയോട് സാമ്യമുള്ള ജീവിയെ കണ്ടതായി അഭ്യൂഹം. ജോലി കഴിഞ്ഞു പോയ തൊഴിലാളികളാണ് ജീവിയെ കണ്ടത്. പ്രദേശത്ത് കാടുപിടിച്ചു കിടക്കുന്ന സ്ഥലങ്ങൾ അടിയന്തരമായി വൃത്തിയാക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. മന്ത്രി OJ ജനീഷിന്റെ മാളയിലെ ക്യാമ്പ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. ബെന്നി ബെഹനാൻ MP-യും ജനീഷിന്റെ അമ്മ പുഷ്പയും ചേർന്ന് തിരിതെളിയിച്ചു. ഓഫീസിന്റെ ഉദ്ഘാടനം ബെന്നി ബെഹനാൻ MP നിർവഹിച്ചു. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഔസേപ്പച്ചൻ ജോസ്, സുനിത സജീവൻ, സിൽവി സേവ്യർ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ സാജൻ കൊടിയൻ, കാവ്യ രഞ്ജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. കുന്നംകുളം ജംഗ്ഷനിൽ വിദ്യാർത്ഥികളുടെ അശ്രദ്ധമായ റോഡ് മുറിച്ചുകടക്കൽ അപകട ഭീഷണിയാകുന്നു. വിദ്യാർത്ഥികൾ സീബ്ര ക്രോസിംഗുകൾ ഉപയോഗിക്കാതെ വാഹനങ്ങൾക്കിടയിലൂടെ ഓടിക്കടക്കുന്നതാണ് ജംഗ്ഷനിലെ പതിവ് കാഴ്ച. അശ്രദ്ധമായ ക്രോസിംഗ് മൂലം വാഹനങ്ങൾ പലപ്പോഴും പെട്ടെന്ന് ബ്രേക്ക് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. ഇത് പിന്നാലെ വരുന്ന വാഹനങ്ങൾ കൂട്ടിയിടിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതായി ഡ്രൈവർമാർ പറയുന്നു. രോഗികളുമായി എത്തുന്ന ആംബുലൻസുകൾക്ക് പോലും ഈ തിരക്കിനിടയിൽ സുഗമമായി കടന്നുപോകാൻ കഴിയാത്ത സാഹചര്യം പലപ്പോഴും ഉണ്ടാകുന്നതായി ആരോഗ്യ പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം ഗുരുവായൂർ വടക്കാഞ്ചേരി റോഡുകളിലെ സീബ്ര ക്രോസിംഗ് വരകൾ മാഞ്ഞുപോയതായി നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു. കുറ്റിപ്പുറം റോഡിലെ മലായ ജംഗ്ഷനിൽ സുരക്ഷിതമായ കാൽനട ക്രോസിംഗ് സൗകര്യങ്ങളുടെ അഭാവം അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നതായും പ്രദേശവാസികൾ ആരോപിക്കുന്നു. തിരക്കേറിയ സമയങ്ങളിൽ ട്രാഫിക് പോലീസിന്റെ സാന്നിധ്യം ശക്തമാക്കുക, സ്കൂളുകളുടെ നേതൃത്വത്തിൽ റോഡ് സുരക്ഷാ ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കുക, സീബ്ര ക്രോസിംഗ് ഉപയോഗത്തിന്റെ പ്രാധാന്യം വിദ്യാർത്ഥികൾക്ക് ബോധ്യപ്പെടുത്തുക എന്നിവ അടിയന്തരമായി നടപ്പാക്കണമെന്ന് പൊതുജനങ്ങൾ ആവശ്യപ്പെട്ടു. TCV കുന്നംകുളം. ചാവക്കാട് വടക്കാഞ്ചേരി സംസ്ഥാനപാതയിൽ അപകടത്തിൽപ്പെട്ട ആംബുലൻസിൽ നിന്നും ഓയിൽ ചോർന്നു. ഇരുചക്രവാഹനങ്ങൾ തെന്നി വീണതോടെ അടിയന്തര ഇടപെടൽ നടത്തി വടക്കാഞ്ചേരി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ. കാഞ്ഞിരക്കോടിന് സമീപത്താണ് കഴിഞ്ഞ ദിവസം അപകടത്തിൽപ്പെട്ട ആംബുലൻസ് മാറ്റുന്നതിനിടെ റോഡിലേക്ക് വാഹനത്തിൽ നിന്നും ഓയിൽ ചോർന്നത്. സംസ്ഥാനപാതയിലൂടെ സഞ്ചരിച്ചിരുന്ന നിരവധി ഇരുചക്രവാഹന യാത്രികൾ ഓയിലിൽ തെന്നി റോഡിൽ വീണ് അപകടമുണ്ടായതോടെയാണ് നാട്ടുകാർ വടക്കാഞ്ചേരി ഫയർഫോഴ്സിൽ വിവരമറിയിച്ചത്. വടക്കാഞ്ചേരി ഫയർ സ്റ്റേഷൻ ഓഫീസർ മണിയന്റെ നേതൃത്വത്തിലുള്ള സംഘം അരമണിക്കൂറോളം പരിശ്രമിച്ചാണ് റോഡ് കഴുകി വൃത്തിയാക്കിയത്. ഇനി ഇന്നത്തെ സ്വർണ്ണനിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,135 രൂപ, പവന് 1,05,080 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം.
സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ് തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ് തൃപ്രയാർ. റേഷൻ വിതരണത്തിൽ പാളിച്ച. കുമ്പടിഞ്ഞാമക്കലിലെ സിവിൽ സപ്ലൈസ് ഗോഡൌണിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച് സനീഷ് കുമാർ ജോസഫ് MLA. ഈ മാസത്തെ അരി വിതരണം 4 ദിവസത്തിനകം പൂർത്തിയാക്കുമെന്ന് കളക്ടർ. നാലമ്പല തീർത്ഥാടകർക്കായി തൃപ്രയാർ ക്ഷേത്രം ഒരുങ്ങി. നാലമ്പല തീർത്ഥാടനത്തോടനുബന്ധിച്ച് ഇരിങ്ങാലക്കുടയിൽ നിന്ന് KSRTC 2 സ്പെഷ്യൽ സർവീസുകൾ നടത്തും. ഗുരുവായൂർ പാർത്ഥസാരഥി ക്ഷേത്രത്തിന് സമീപം ഫ്രിഡ്ജ് പൊട്ടിത്തെറിച്ച് ദമ്പതികൾക്ക് പരിക്കേറ്റു. ആരോവീട്ടിൽ കുട്ടപ്പൻ, ഭാര്യ അംബിക എന്നിവർക്കാണ് പരിക്കേറ്റത്. ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിനിടെ പവർ കട്ട്. അന്നമനടയിൽ KCB ജീവനക്കാരനെ മർദ്ദിച്ച 5 പേർ അറസ്റ്റിൽ. എരുമപ്പെട്ടിയിൽ KCB ഓഫീസ് DYFI പ്രവർത്തകർ ഉപരോധിച്ചു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.